പേര് സജിൻ എന്നാണ്. ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സൽഗുണ സമ്പന്നനും സുന്ദരനും നല്ല മനസ്സിന്റെ ഉടമയുമായ നിറകുടമായ സജിൻ. ഇനിയൊന്നുമില്ല, ഞാൻ തരത്തില്ല, ബാക്കി പറ. ആത്മാർത്ഥതയുടെ നിറകുടമേ വേണം. എന്നെ കിട്ടിയ നിന്റെ ഭാഗ്യം അല്ലേ. അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നു കുറച്ച് നാള്, അത് കഴിഞ്ഞപ്പോ മാറി. ഭയങ്കര പാവമൊന്നുമല്ല കേട്ടോ, ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ട് കയ്യില്. ഹലോ, ഇപ്പം കുറേ നാളായിട്ടെ ഇങ്ങനെ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ, എന്താ പിന്നെ ഒരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അടിച്ച് ശരിയാണല്ലോ, എന്താ പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങാമല്ലേ എന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ പുതിയൊരു മെമ്പറാണ് ഞാനും. എന്താ പറയുക, യൂട്യൂബ് ചാനൽ നമ്മളൊരു ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ സംതിങ് സ്പെഷ്യൽ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ കുറേ കണ്ടന്റ് ആലോചിച്ചു കേട്ടോ, എന്ത് ചെയ്യാം, ഫുഡ് വ്ളോഗ് ചെയ്യാം, ട്രാവൽ വ്ളോഗ് ചെയ്യാമെന്നൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തൊന്നും വേണ്ട, എൻ്റെ കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ മെഹന്തി ഫംഗ്ഷനിൽ എത്തിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ വെഡിങ്ങിന് യൂഷ്വലി മെഹന്തി ഇടാറില്ല, പക്ഷേ എനിക്ക് മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ എനിക്ക് ഇടാൻ പറ്റാറില്ല. കാര്യം ഇട്ട് കഴിഞ്ഞ് ഇത് കയ്യിൽ നിന്ന് മായുന്നൊരു സമയം വേണം, അത് കഴിയുമ്പോഴേക്കും അടുത്ത് ഷൂട്ട് തുടങ്ങും. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റാറേ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചിരുന്നു എൻഗേജ്മെൻറ്റ് വരുമ്പോൾ ഉറപ്പായിട്ട് മെഹന്തി ഇടണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇടിവെട്ട് പോലെ എൻഗേജ്മെൻറ്റ് നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് പപ്പയും ഈച്ചാൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും നമുക്ക് ഡയറക്റ്റ് കല്യാണത്തിലോട്ട് പോകാം. ഓൾറെഡി നമ്മുടെ കല്യാണം ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടൊരു 1.5 വർഷം അടുപ്പിച്ചാവുന്നു. ഇനി ഡിലേ ആക്കണ്ട, കല്യാണത്തിലേക്ക് പോകാമെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ നമ്മൾ വെഡ്ഡിങ് ഗൗണൊക്കെ ഇടുമ്പോൾ കയ്യിൽ മെഹന്തി ഇടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ശരി, ഒരു കല്യാണത്തിന് കുറച്ച് നാൾക്ക് മുമ്പ് എനിക്ക് എന്തായാലും മെഹന്തി ഇട്ടേ പറ്റുള്ളൂ, ഈ മെഹന്തി ഇടുന്ന ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു മെഹന്തി ഡേ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തത് ഇങ്ങനെ എടുപിടി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് ഇത്രാം ദിവസമാണ് നമ്മുടെ കല്യാണം എന്നെങ്കിൽ നമുക്കിങ്ങനെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ തീരുമാനിച്ചപ്പോഴേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഷൂട്ടൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ച് ഫുൾ ചില്ലായിട്ട് കല്യാണം കഴിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇത് പെട്ടെന്നായിപ്പോണ്ട് അതിനൊന്നിനും സമയം കിട്ടിയിട്ടില്ല. എനിക്ക് ഇപ്പം അറിയാമല്ലോ, നമ്മൾ സി കേരളം ചാനലിൽ ഞാൻ ഹിറ്റ്ലർ ചെയ്യുന്നുണ്ട്, സൂര്യ ടി വിയിൽ തിങ്കൾ കലമാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഷൂട്ട് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ എടുത്ത് മാറി നിൽക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പിസോഡും കാര്യങ്ങളും നമ്മുടെ ജോലിയുടെ കാര്യം നമ്മൾ നോക്കണമല്ലോ, നമ്മുടെ പേഴ്സണൽ ആവശ്യം മാത്രം പോരല്ലോ. അതുകൊണ്ട് എനിക്ക് ലീവ് ഒന്നുമില്ല. ഈ ഷൂട്ട്, കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, ഷൂട്ട്, കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ രണ്ടിടത്തോട്ട് ഞാനിങ്ങനെ ഓടി നടക്കുവാണ്. കല്യാണമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ എൻ്റെ ഫാമിലിയാണ് നോക്കുന്നത്. അവരുടെ വലിയൊരു സപ്പോർട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണല്ലോ, അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് അല്ലെങ്കിൽ എന്നെപ്പറ്റി നന്നായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, ചേച്ചി, അപ്പച്ചൻ, അമ്മച്ചിയാണുള്ളത്. ചേച്ചി മാരീഡാണ്, ചേച്ചിയും 2 മക്കളും അവർ സന്തുഷ്ട കുടുംബമായിട്ട് ജീവിക്കുന്നു. ഇനി ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയൊരു മോനും കൂടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ എന്താ, എൻ്റെ സ്കൂളിങ്സൊക്കെ ഞാൻ ചെയ്തത് ട്രിവാൻഡ്രം സെയിൻറ്റ് മേരീസ് സ്കൂളിലാണ്. കോളേജ് വന്നിട്ട് ഓൾ സെയിൻസ് കോളേജ് ആയിരുന്നു. ഇപ്പം ഞാൻ കോസ്മെറ്റോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിലേക്കാണ് താല്പര്യം. പഠിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് ഈ ഫാഷൻ, മേക്കപ്പ്, അതിലോട്ടാണ് എൻ്റെ പാഷൻ ഫുൾ പോയേക്കുന്നത്. എൻ്റെ ആഗ്രഹം എനിക്കൊരു മേക്ക് ഓവർ സ്റ്റുഡിയോ തുടങ്ങണം എന്നാണ്. ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് പഠിക്കാൻ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ പഠിക്കാൻ പോകാൻ പറ്റി. ഇനി എനിക്കൊരു ഷോപ്പ് തുടങ്ങണം, അതാണ് ഇനി അടുത്ത എയിം.
നീ പേടിപ്പിക്കാതെ. പേര് സജിൻ എന്നാണ്, അത്രയും പറഞ്ഞ പോരെ. എന്റെ സ്ഥലവും സ്ഥലം പത്തനംതിട്ട. അപ്പം ഇതാണ് കക്ഷി. ശരിയായില്ല, ഒട്ടും ശരിയായിട്ടില്ല. അല്ല നിന്റെ ഡയലോഗിലൂടെയൊക്കെ വളരെ മോശമാണ്. എന്ത് മോശം, ഇതിൽ കൂടുതൽ ഇൻട്രൊഡക്ഷൻ അല്ല, എന്റെ ഇൻട്രൊഡക്ഷൻ ശരിയായിട്ടില്ല. എന്റെ ഇൻട്രൊഡക്ഷൻ ശരിയായിട്ടില്ല. തരുമോ? എന്റെ ഇൻട്രൊഡക്ഷൻ ശരിക്കും പറ. ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സൽഗുണ സമ്പന്നനും സുന്ദരനും നല്ല മനസ്സിന്റെ ഉടമയുമായ നന്മയുടെ നിറകുടമായ സജിൻ. ഇനിയുണ്ട്, ഇനി ഒന്നുമില്ല. ഞാൻ തരത്തില്ല, ബാക്കി പറ. ഇനി എന്തോ? ഇനിയുണ്ട്. വളരെ നല്ല മനുഷ്യനും ഭയങ്കര പാവമാണ്. ഞാനെന്ന് പറഞ്ഞ ജീവനാണ്, ഭയങ്കര സ്നേഹമാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്കിനി സ്റ്റോറി പറയാല്ലേ, ശരി പറഞ്ഞു. എങ്ങനെ ഈ ബന്ധത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള കാര്യം. കഴിഞ്ഞൊരു 1.5 വർഷം മുമ്പ്, 2 വർഷം മുന്നേ എനിക്ക് വീട്ടിലിങ്ങനെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണം നോക്കി 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 ഇങ്ങനെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ശരിയാകും, അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം വിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് ദൂരെ പോകുന്ന ഇഷ്ടം. എനിക്ക് ട്രിവാൻഡ്രത്ത് എനിക്ക് എൻ്റെ വീട്ടിലൊരു ഓട്ടോ പിടിച്ച് പോയിട്ട് വരുന്ന ദൂരം, അതായിരുന്നു എൻ്റെ എയിം. അങ്ങനെയാണ് ഈ വരുന്ന കല്യാണങ്ങളൊക്കെ ഞാനിങ്ങനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് വിട്ടുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ കല്യാണമൊക്കെ നമ്മളിങ്ങനെ വെറുതെ എന്താ പറയുക, സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയില്ല എന്തൊക്കെയുണ്ട് വിശേഷം, ഞാനിങ്ങനെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒരു ചെക്കനുണ്ട്, നോക്കുന്നോ? ഞാനും എന്താ വെച്ചാൽ ഒരു ചെക്കൻ്റെ ഫോട്ടോ അല്ലേ, ഇപ്പോൾ കാണുന്നുണ്ട്, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞാൻ ചെയ്ത കുറച്ച് ടിക്ടോക്ക് അല്ലേ, കുറച്ച് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ആക്ച്വലി എനിക്കിതിലൊരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പെങ്ങളുമായിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ വന്ന് ഇജാനോടും പറഞ്ഞു എൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു അല്ലേ. അങ്ങനെ ഫോട്ടോ കാണിച്ചു തന്നു. അങ്ങനെ ഫോട്ടോയിലൂടെയാണ് ആദ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അപ്പം ഞാനിങ്ങനെ സീരിയൽ അഭിനയിക്കുന്ന കാര്യമൊന്നും പുള്ളിക്ക് അറിയത്തില്ല. എനിക്ക് അറിയത്തില്ലായിരുന്നു. അവരങ്ങനെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്ന സീരിയൽ ആർട്ടിസ്റ്റാണും കാര്യങ്ങളും അറിയുന്ന അപ്പോഴാണ്. അങ്ങനെ ഫോട്ടോ കൊണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞ് ഇങ്ങനെ വെറുതെ സംസാരിച്ച് നോക്കുക. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇൻസ്റ്റയിലാണ് മെസ്സേജ് അയച്ചത്. ഇങ്ങനെ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ ഇന്ന ആൾ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമെന്ന്. അങ്ങനെ മെസ്സേജ് അയച്ച് തുടങ്ങി. ഇൻസ്റ്റയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര പാവമായിരിക്കുന്നു. അത്ര പാവമൊന്നുമല്ല. ഞാൻ ഒരു വായും കൂടെ തരണമെന്നുണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നു, ഫുഡ് തരുമോ? അങ്ങനെ മെസ്സേജ് അയച്ചു, സംസാരിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അല്ല, അടിപൊളിയാന്ന് എനിക്ക് മനസ്സിലായിരുന്നു അപ്പോഴേക്കും. അങ്ങനെ തോന്നിയതിനു ശേഷം അപ്പം ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു, അമ്മയടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഒരു ദിവസം നേരിട്ട് കണ്ടു നോക്കി. ഫോട്ടോയിലൊക്കെ കാണുന്ന തന്നെയാണോ നേരിട്ട് കാണാനെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടപ്പോ ഞാൻ മതി എന്നങ്ങ് തീരുമാനിച്ചില്ലേ നീ? അല്ല, പിന്നെ അങ്ങനെയല്ല, നേരിട്ട് കണ്ടപ്പോൾ കുഴപ്പമില്ല. ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് ആള്. എനിക്ക് ഫുൾ എഡിറ്റിംഗ് ആണോ ഇനിയിപ്പോൾ കാണുമ്പോൾ എങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയായിരുന്നു. കണ്ട് സംസാരിച്ചപ്പോൾ ഓക്കെ, അങ്ങനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വീട്ടില് ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാന്ന് പറയുന്നത്. ഫോട്ടോയിൽ കണ്ട എങ്ങനെയാന്ന് പറ, നല്ലായിരുന്നു, സുന്ദരനൊക്കെ ആയിരുന്നു. ബാക്കിയൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. ഫോട്ടോയിൽ കണ്ടപ്പോൾ സുന്ദരനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ നേരിട്ട് കണ്ടത്. അപ്പം നേരിട്ട് കണ്ടപ്പോഴും ഫോട്ടോയിലുള്ള പോലെ തന്നെയായിരുന്നു. അങ്ങനെ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ പിന്നെ വീട്ടിൽ പറഞ്ഞു, അവിടെ നിന്ന് ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം ഫാസ്റ്റായിട്ട് മൂവായി. പക്ഷെ ഒരു 1.5 വർഷം ഡിലേ വന്നു. കാര്യം നമ്മളത് ഫാസ്റ്റായിട്ട് ഞാൻ മൂവ് ആക്കിയതുണ്ടല്ലോ, കൊറോണ ഫാസ്റ്റായിട്ട് മൂവ് ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, കൊറോണയുടെ പീക്ക് ടൈമാണ്. പീക്ക് ടൈം എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ, റോഡിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തൊരു ടൈമിലാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ മാസ്ക് ഇല്ലാതെ നേരിട്ട് കണ്ടിട്ടുള്ള വളരെ വിരളമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മാസ്ക് ഇല്ലാണ്ട് പുറത്ത് പോയിട്ടില്ല. അപ്പം അവിടുന്ന് വരുന്ന വഴിക്ക് പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ടാണ് അന്ന് അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ റോഡിലൊന്നും ആരുമില്ല, എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആണ്, ഒരു ഹോട്ടലോ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഈ റോഡിൽ വെച്ചാണ് കാണുന്നത് ആദ്യമായിട്ട്. റോഡിൽ വെച്ചൊരു നട്ടുച്ചയ്ക്ക് റോഡിലൂടെ നടന്നാണ് സംസാരിച്ച് പരിചയപ്പെട്ടത്. അപ്പം അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ കൊറോണയുടെ പീക്ക് ടൈം ആയതുകൊണ്ട് ഇങ്ങനെ ഈ കൊറോണ കാരണം കല്യാണം ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഇതിപ്പോൾ ജാനുവരിയിൽ കല്യാണം വെക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു, നവംബറിൽ എൻഗേജ്മെൻറ്റ്. അപ്പോഴാണ് വീട്ടുകാരൊക്കെ കൂടെ സീൻ കോൺട്രയായി. ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല, ഇനി എൻഗേജ്മെൻറ്റ് വേണ്ട, ഡയറക്റ്റ് നവംബറിൽ അങ്ങ് കെട്ടിച്ച് വിട്ടേക്കാം എന്നുള്ള ചിന്തയായി അമ്മയ്ക്കും പപ്പയ്ക്കും. അങ്ങനെയാണ് ഞങ്ങൾ അനുഭവിച്ചല്ലേ. ഇനിയും കുറച്ച് നാള്
അല്ല അങ്ങനെയാണോ? അല്ല അങ്ങനെയല്ല. പറ, അല്ല അല്ലല്ല, എന്റെ ഭാഗ്യമാണ് ഇങ്ങനൊരു നൽകുന്ന സമ്പന്നനായ ഭാര്യയെ കിട്ടുന്നത്. വേണ്ട, ഇല്ലാത്തൊന്നും പറയണ്ട. ഈ സ്റ്റോറി ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണിത് കല്യാണം വരെ എത്തിച്ചേർന്നത്. ഡയലോഗ് എന്ത് ബാക്കി. അപ്പൊ അങ്ങനെയാണ് സുന്ദരനായിട്ടുള്ള കല്യാണം വരെ എത്തിയത്. ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ? ബ്രേക്കിന്റെ ആവശ്യമില്ല, ഇപ്പൊ പറഞ്ഞതിന് എനിക്ക് മറുപടി വേണം. എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താന്ന് ഇപ്പൊ പറഞ്ഞേ പറ്റുള്ളൂ. ഇല്ല ഇല്ല, ക്യാമറ പറയാൻ പറ്റില്ല. അത്രക്കുണ്ടോ പറയാൻ? പറ. ഇല്ല. എന്താണ് പറ. എന്തായാലും രണ്ട് നല്ല കാര്യം, രണ്ട് മോശം കാര്യം. ഇതിനെ കുറിച്ചോ? നല്ല കാര്യം പറ, 1.5 മണിക്കൂർ ആലോചിക്കും. എന്നാ മോശം കാര്യം അതും പറ. ഇല്ല ഞാൻ പറയില്ല. എന്താ? എനിക്ക് ബാക്കി പറഞ്ഞതേ ഉള്ളത്. പറ, ക്യാമറ നോക്കി പറ. ഇല്ല ഇല്ല പറ്റില്ല. കുഴപ്പമില്ല, പറ. ഇല്ല, ഇവള് ഭയങ്കര വെച്ചാൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആള്. എന്ത് പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല. സീരിയസ്ലി. ഒരല്ല, ഇത് നല്ലതാണോ ചീത്തയാണെന്ന് കൂടെ പറഞ്ഞിട്ടാണ് പറയാൻ. ഭയങ്കര സപ്പോർട്ടീവ് ആണ്, പക്ഷെ മനസ്സിലാക്കത്തില്ലെന്ന്. കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം പറയടി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് വെച്ചാൽ അവള് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ഹാൻഡിൽ ചെയ്തോളും. ആരും അറിയാതെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തു. അത് ഏറ്റവും വലിയ നല്ലൊരു പ്ലസ് പോയിന്റാണ്. നമുക്ക് എന്തും ഓപ്പണായിട്ട് ഫ്രീഡമായിട്ട് പോയി അവളുടെ അടുത്ത് പറയാം. അവൾ മനസ്സിലാക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളും. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതേപോലെയാണ് പ്രശ്നം. ആ പറഞ്ഞതിനെക്കുറിച്ച് പിടിച്ച് എൻ്റെ തല ഭ്രാന്താക്കുകയാണ് അവളുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്നും പറയാൻ. ഒരു കാര്യം കിട്ടിയാ വിടത്തില്ല. അത് ചെറിയ കാര്യമാണെങ്കിലും വീർപ്പിച്ച് 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 അത് ബാക്കിയുള്ളവർക്ക് ഭ്രാന്ത് പിടിപ്പിച്ച് മാത്രമേ നിർത്തത്തുള്ളൂ. പോസിറ്റീവ് പറഞ്ഞേ. നെഗറ്റീവ് ഉണ്ട്, ഇനി പറയണ്ട. എന്നല്ല, ആദ്യം പറഞ്ഞ പോസിറ്റീവ് ഇല്ലേ, ആരും അറിയാണ്ട് ഡീൽ ചെയ്യുന്നത് സത്യം കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഒരു സീക്രട്ട് പറഞ്ഞെന്ന് വെച്ചോ, സീക്രട്ട് ഞാൻ ആരും അറിയാണ്ട് ഡീൽ ചെയ്യും. പക്ഷെ ആ പറഞ്ഞ സീക്രട്ട് എനിക്ക് തീരെ പിടിക്കുന്ന കാര്യമായിരിക്കത്തില്ല. അപ്പൊ അതിന്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കും. അത് കറക്റ്റാ. നീ ഒരു നല്ല കാര്യം കൂടെ പറയൂ. ഇല്ല, നല്ല കാര്യമില്ല. നീ ഇല്ലെന്നാണോ ഉദ്ദേശിച്ചത്? വേണ്ടി എന്നെ കെട്ടാൻ എപ്പോഴും ആക്ച്വലി തീരുമാനിച്ചത്? കെട്ടാൻ ആക്ച്വലി തീരുമാനിച്ചത് ഒരു പ്രോപ്പർ അറേഞ്ച് മാരേജ് അല്ലായിരുന്നു. അപ്പം ആക്ച്വലി ഡിസൈഡ് ചെയ്തെന്നാണ്. ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയായിരുന്നു, എനിക്ക് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും കുറച്ചാൾ സംസാരിക്കണം, സംസാരിച്ച് കഴിഞ്ഞിട്ടേ എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ തീരുമാനിക്കുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് കാണുന്നതിന് മുമ്പ് ഏകദേശം ഒരു 1-2 ആഴ്ച, എനിക്ക് അറൗണ്ട് 1 മന്ത് നമ്മൾ സംസാരിച്ചു. എനിക്ക് അറിയണമായിരുന്നു ആദ്യം ആൾ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രം വീട്ടിൽ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായതുകൊണ്ട് ഞാൻ അറൗണ്ട് ഒരു 1 മന്ത് സംസാരിച്ച് എനിക്കത് ഓക്കെ ആണെന്ന്, എനിക്കപ്പോൾ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. ഭയങ്കര ചിരിയും കളിയും തമാശയും കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതൊക്കെയായിരുന്നു. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ലവിങ് അല്ലല്ല ആണ് ഭയങ്കര ലവിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്ന് തോന്നി. അങ്ങനെയാണ് എന്നാ പിന്നെ അങ്ങ് കെട്ടിയേക്കാൻ തീരുമാനിച്ചത്. ലവിങ് ഒക്കെയാണ്, ഭയങ്കര പാവമൊന്നുമില്ല കേട്ടോ. ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ട് കയ്യില്. ഞാൻ ചോദിച്ചില്ലേ എന്റെ പോസിറ്റീവ് നെഗറ്റീവ്, തിരിച്ചിങ്ങോട്ടൊന്ന് ചോദിച്ചേ. എനിക്കതിന് കുറച്ച് മറുപടി പറയാനുണ്ട്. എനിക്ക് ചോദ്യങ്ങളില്ല. താല്പര്യമില്ല, ചോദിക്കാണ്ട് പറയട്ടെ. കുഴപ്പമൊന്നുമില്ല, എന്തായാലും ചോദിക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞേക്കാം, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ, അതും അനാവശ്യ കാര്യങ്ങൾക്ക്. നമ്മൾ എന്താ കാക്കക്കുയിൽ സിനിമയിലൊക്കെ പൂച്ചക്കച്ചവടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പൂച്ചക്കച്ചവടം കാക്കക്കച്ചവടം ഇതിൻ്റെയൊക്കെ പേരിലാണ് വഴക്കുണ്ടാക്കുന്നത്. അതിനൊക്കെ ദേഷ്യപ്പെടാറുള്ളത്, ദേഷ്യപ്പെടേണ്ട കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാറുമില്ല. പിന്നെ ബേസിക്കലി ആൾ പോകണം, കുറച്ച് ചൂടനാണ്. എന്റെ ആരാധകരൊക്കെ എന്ത് വിചാരിക്കുന്നു? അങ്ങനെയാണ്. പിന്നെന്താ, എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം സീരിയലായാലും ഇപ്പം ഒരു ഇൻറ്റിമസി സീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂംസ് ഇടുമ്പോഴോ ഒന്നും അതിനൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യത്തില്ല. അതിടണ്ട അല്ലെങ്കിൽ ഇതിടണ്ട, അങ്ങനെയുള്ള സീൻസ് ചെയ്യേണ്ട, റൊമാൻറ്റിക് സീൻസ് ചെയ്യേണ്ട, അങ്ങനെ ഒന്നും പറഞ്ഞാൽ ഇതുവരെ ഒരു വിലക്ക് എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഫ്രീഡം നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലി നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അതാണ്
എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ്. സത്യമാണ്. ഞാനങ്ങനെ അവളെ ആദ്യം റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം ഇവളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ലൈക്ക് അങ്ങനെ പ്രൊഫഷണൽ ലൈഫിലേക്ക് ഇൻ്റർഫിയർ ചെയ്യാറില്ല അധികം. ഇവൾ എന്ത് ചെയ്യണം അങ്ങനെ അതിൽ കൂടി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ബട്ട് ഇവരുടെ ലൈഫിൽ ഇൻ്റർഫിയർ ഞാൻ ചെയ്യാറില്ല. ഇതേപോലെ തന്നെയാണ് ഇവളും. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും സെപ്പറേറ്റ് ആയിട്ട് തന്നെ യൂഷ്വലി വെക്കാറുള്ളത്. ഡിസിഷൻസ് എടുക്കുന്ന സമയത്തും പേഴ്സണൽ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് മാറ്റി വെക്കാറുള്ളൂ. യൂഷ്വലി നമ്മുടെ ഡിസിഷൻ സെപ്പറേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും. അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. കാര്യം ഇപ്പം എന്താ പറയുക, ചിലർക്ക് ഇങ്ങനെ പൊസസീവ്നെസ് എനിക്കുണ്ട് കേട്ടോ, എനിക്കത് ഇഷ്ടമാണ്. ചിലർക്ക് കുറച്ച് കൂടുതലായിരിക്കും, ഇതിന് ഒട്ടുമില്ല. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഒട്ടും ഇല്ലായ്മയുടെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കണക്കിന് നോക്കുമ്പോൾ നല്ലതാണ്. അതുകൊണ്ട് എൻ്റെ ജോലിയുടെ കാര്യങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അല്ലേ? ഞാൻ നല്ലതായ നിന്റെ ഭാഗ്യം. തിരിച്ച് ഞാനും പറയത്തില്ല. ഞാൻ പണ്ട് പറഞ്ഞത് ഇനി ഞാൻ പറയത്തില്ല. ഫീലിംഗ് ബ്ലെസ്ഡ് ആന്ന് പറയത്തില്ല അല്ലേ? പേര് മാറ്റട്ടെ, ഒരു ലെറ്റർ എഴുതിയിട്ടുള്ളൂ. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഞെരിവിരി കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റിനോട് പറഞ്ഞേക്കാണ് ഇനി അനങ്ങാണ്ടിരുന്നില്ലേ കൊല്ലുമെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഫിനിഷ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. ബൈ പറയാം. എനിക്ക് വേണ്ടിയിട്ട് ബൈ പറയാറായി. നൗറിനും രേഷ്മയാണ്. പിന്നെ എൻ്റെ ഹൽദി അല്ല മെഹന്തി കോസ്റ്റ്യൂം എനിക്ക് ചെയ്തു തന്നേക്കുന്നത് ട്രിവാൻഡ്രം സ്റ്റാച്യൂലുള്ള ആല ഡിസൈനേഴ്സ് ആണ്. അപ്പം ഇനിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ.